PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് IT അഥവാ വിവരസാങ്കേതിക വിദ്യയിലെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ്. ഇത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രസ്താവനാ ചോദ്യങ്ങളുടെ 20 സെറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ശേഖരിക്കപ്പെടുന്ന സ്ഥലം മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റീസൈക്കിൾ ബിൻ എന്നാണ് അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് ഇത് അറിയാം അല്ലെ, റീസൈക്കിൾ ബിൻ എന്താണെന്ന്. നമ്മൾ ഒരു കാര്യം കമ്പ്യൂട്ടറിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ബിന്നിൽ അത് കാണാറുണ്ട്. പിന്നീട് വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് അത് നമ്മുടെ റീസ്റ്റോർ ചെയ്താൽ വീണ്ടും ഉപയോഗിക്കാനും പറ്റും. ഒരു വേസ്റ്റ് ബോക്സ് പോലെയാണ് റീസൈക്കിൾ ബിന്ന്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഡിലീറ്റ് ചെയ്താൽ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. കമ്പ്യൂട്ടറിനെ ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയയാണ് ബൂട്ടിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ വന്നു, കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് നമ്മൾ പ്രവർത്തന സജ്ജമാക്കുന്ന ആ പ്രക്രിയയെ ടെക്നിക്കലി വിളിക്കുന്ന പേര് ബൂട്ടിംഗ് എന്നാണ്. ബൂട്ടിംഗ്. അപ്പോൾ ബൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി താഴെ കാണുന്ന ഒരു ചിത്രം ശ്രദ്ധിക്കുക. അല്ലെ, ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ്. അത് പയ്യെ മാറ്റി ഒരു സിംഹത്തിന്റെ രൂപത്തിലേക്ക് ആയി മാറുന്നതാണ് ഈ കാണുന്നത് അല്ലെ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ. മോർഫിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മോർഫിംഗ് എന്താണ്? നമ്മൾ പറയാറുണ്ടല്ലേ, നമ്മുടെ ഒരു പിക്ചറൊക്കെ ഇന്റർനെറ്റിൽ നിന്ന് ആൾക്കാരെ അടിച്ചു മാറ്റിയിട്ട് മോർഫി ചെയ്തിട്ട് എന്ന് പറയില്ലേ, തല വെട്ടിമാറ്റും എന്നൊക്കെ നമ്മൾ കൊളോക്കിയലി പറയാറുണ്ട് അല്ലേ. അത് തന്നെയാണ് മോർഫിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഉടൽ, ഏതെങ്കിലും ഒരു ഉടലിലേക്ക് നമ്മുടെ തല ചേർക്കാം, അല്ലെങ്കിൽ അങ്ങനെ കൃത്രിമം കാണിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ മോർഫിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോർഫിംഗ് ഉപയോഗിച്ച ആദ്യ ചലച്ചിത്രം ഏതെന്നാണ്, അല്ലെങ്കിൽ സിനിമ ഏതെന്നാണ്? അത് വില്ലോയാണ്. വില്ലോ എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് മോർഫിംഗ് എന്ന ആ ഒരു പ്രക്രിയ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത്, കമ്പ്യൂട്ടറിൽ ക്ലോക്കിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് എന്താണ്? അത് ഹെർട്സിലാണ് പറയുന്നത്. ഹെർട്സിൽ. കമ്പ്യൂട്ടറിൽ ക്ലോക്കിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഹെർട്സിലാണ് പറയുന്നത്. കമ്പ്യൂട്ടറിൽ ക്ലോക്കിന്റെ വേഗം അളക്കുന്ന യൂണിറ്റ് ഹെർട്സിലാണ് പറയുന്നത്. ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? മോഡുലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ് സിഗ്നൽസ് ആണ് അല്ലെ. അതായത് ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസ് ആക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് മോഡുലേഷൻ എന്നാണ്. അപ്പം നമുക്ക് ഡിമോഡുലേഷൻ അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായിരിക്കും? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റുന്നതാണെങ്കിൽ അതെന്ത് പറയും? ഡിമോഡുലേഷൻ എന്ന് പറയുന്നു അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ്? ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കിയാൽ അത് മോഡുലേഷനും, അനലോഗ് സിഗ്നലിനെ തിരിച്ച് ഡിജിറ്റൽ സിഗ്നലാക്കിയാൽ അത് ഡിമോഡുലേഷനുമാണ്. ഇൻഫർമേഷനെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ലഘുവായ ഘടകമാണ് ബിറ്റ് അല്ലെ. ബിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബൈനറി ഡിജിറ്റ് ആണ്. ബൈനറി ഡിജിറ്റ് ഏതൊക്കെയാണ്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 0ഉം 1ഉമാണ് ഈ രണ്ട് സംഖ്യകൾ അല്ലെ. 0ഉം 1ഉം അടങ്ങുന്ന രണ്ട് സംഖ്യകളാണ് ബൈനറി ഡിജിറ്റ് അഥവാ ചുരുക്കി ബിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബിറ്റ് എന്താണെന്ന് നമുക്കറിയാം. എന്തിൻ്റെ സ്പീഡ് അളക്കാനുള്ള യൂണിറ്റ് ആണ് MIPS. MIPS എന്ന് പറഞ്ഞാൽ മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നുള്ളതാണ് MIPS. അപ്പോൾ MIPS എന്നുള്ള യൂണിറ്റ് എന്തിൻ്റെ സ്പീഡ് അളക്കാനുള്ളതാണ്? അത് പ്രൊസസ്സറിൻ്റെ സ്പീഡ് അളക്കാനുള്ളതാണ്. പ്രൊസസ്സർ അല്ലെ, നമുക്ക് അറിയാം കമ്പ്യൂട്ടർ മദർ ബോർഡും പ്രൊസസ്സറും ഉണ്ട് അല്ലേ. ഇന്റൽ കോർ i3, i5, i7 അല്ലെ, ഇങ്ങനെ പോകുന്നുണ്ട് പ്രൊസസ്സർ. അപ്പോൾ ആ പ്രൊസസ്സറിൻ്റെ വേഗത അളക്കുന്നത് MIPS എന്നുള്ള ഏകകം ഉപയോഗിച്ചിട്ടാണ്, യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് അല്ലേ. MIPSന്റെ ഈ കമ്പ്യൂട്ടർ IT വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അബ്രീവിയേഷൻസ്. ചോദിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ MIPS എന്ന് എഴുതിയിട്ട് കൊടുക്കും. ഇത് എന്തിൻ്റെ അബ്രീവിയേഷൻ ആണ് എന്ന് ചോദിച്ചാൽ മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് എന്നതിൻ്റെ അബ്രീവിയേഷൻ ആണ് MIPS എന്ന് പറയുന്നത് അല്ലെ. സാധാരണ ചോദിക്കാറുണ്ട് നമ്മുടെ ആസ്കി കോഡ് അല്ലെ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നതാണ് ആസ്കി എന്നതിന്റെ പൂർണ്ണരൂപം. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി ITയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക. ഏത് മേഖലയുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര എന്ന് പറയുമ്പോൾ ആൾജിബ്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം ഗണിതമാണ് അല്ലേ, ഗണിതം. അപ്പോൾ ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ഗണിതവുമായി ബന്ധപ്പെട്ടതാണ്. വിൻഡോസ് XP ഇപ്പോൾ ഇല്ല. നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കറിയാം വിൻഡോസ് XP അല്ലെ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെ. വിൻഡോസ് XPയിൽ ഏറ്റവും താഴെയുള്ള ബാർ ഏതാണ്? ഇത് ടാസ്ക് ബാർ ആണ്. ടാസ്ക് ബാർ അല്ലെ. വിൻഡോസ് XPയിൽ ഏറ്റവും താഴെയുള്ള ബാർ ടാസ്ക് ബാർ ആണ്. വിൻഡോസ് XP
XP എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം, അല്ലെ? നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു, ഇപ്പോൾ അതില്ല. വിൻഡോസ് XPയിൽ ഏറ്റവും താഴെയുള്ളത് ടാസ്ക് ബാർ ആണ്. കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒട്ടേറെ ഫയലുകളെ ഒരുമിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ഫോൾഡർ എന്ന് പറയുന്നത്, അല്ലെ? നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ, ഒരു ഫോൾഡർ, ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ കുറേ ഫോട്ടോസ് ഉണ്ട്, അല്ലെ? ഇപ്പം നമ്മൾ ഫോട്ടോസിനെ കാറ്റഗറി ആയിട്ട് മാറ്റാറുണ്ട്, അല്ലെ? ഫാമിലി ഫോട്ടോസ്, ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസ്, ടൂറിന് പോയ ഫോട്ടോസ്, അല്ലെ? അതുപോലെ പാട്ടാണെങ്കിൽ നമ്മൾ തമിഴ് പാട്ട്, മലയാളം പാട്ട്, ഇംഗ്ലീഷ് പാട്ട്, ഇതൊക്കെ ഓരോ ഫോൾഡർ ആക്കിയിട്ട് ഫോൾഡറിനുള്ളിലായിരിക്കും നമ്മൾ സേവ് ചെയ്ത് വയ്ക്കും. നമ്മുടെ ഫോണിൽ ചെയ്യുന്ന പരിപാടിയൊക്കെ തന്നെ, അല്ലേ? അപ്പോൾ എന്താണ് ഫോൾഡർ? എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കമ്പ്യൂട്ടറിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒട്ടേറെ ഫയലുകളെ ഒരുമിച്ച് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ഫോൾഡർ എന്ന് പറയുന്നത്. ഇനി സഞ്ജയ, ഇപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. ഈ സഞ്ജയ പക്ഷെ അങ്ങനെയല്ല കേട്ടോ. സഞ്ജയ ഒന്ന് നോക്കി വെക്കണം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഏതാണ്? അത് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കലാണ്. പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കൽ. കേരളം ഭരണവും ഭരണ സംവിധാനവും ഇ ഗവേണൻസ് എന്നൊരു ടോപ്പിക്കിലും ഈ സാധനം വരുന്നതാണ് സഞ്ജയ, അല്ലേ? കാരണം നമ്മുടെ സർക്കാരിൻ്റെ ഒരു വെബ്സൈറ്റാണ് ഈ സഞ്ജയ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സഞ്ജയ എന്ന് പറയുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? പ്രോപ്പർട്ടി ടാക്സ്, വസ്തു നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സഞ്ജയ എന്ന് പറയുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ. ഡിസ്കിനെ ട്രാക്കുകളായും സെക്ടറുകളായും വേർതിരിക്കുന്ന പ്രക്രിയയാണ് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്, അല്ലേ? ഫോർമാറ്റിംഗ് നമ്മളറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഹാർഡ് ഡിസ്ക് ഉണ്ട്, അല്ലേ? ഹാർഡ് ഡിസ്ക്കാണ് കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാന സ്റ്റോറേജ് ഡിവൈസ് എന്നറിയപ്പെടുന്നത് ഹാർഡ് ഡിസ്ക്കാണ്. ഈ ഹാർഡ് ഡിസ്കിൽ നമ്മൾ C ഡ്രൈവ്, D ഡ്രൈവ്, നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ അറിയാമല്ലോ, C ഡ്രൈവ്, D ഡ്രൈവ്, E ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ ഇങ്ങനെ ഓരോ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത് ഓരോരോ നമ്മളിപ്പോൾ ഒരു മുറികളെ പോലെ സങ്കല്പിക്കാം, ഓരോ മുറികളാണ്, അല്ലേ? ഇപ്പോൾ C ഡ്രൈവ് എന്ന് പറയുന്ന ഒരു മുറിയാണെന്ന് സങ്കല്പിച്ചാൽ അതിനകത്ത് മിക്കവാറും കാണുന്നത് ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ സാധാരണ C ഡ്രൈവിലാണ് കൊണ്ടുവയ്ക്കാറുള്ളത്, അല്ലേ? പിന്നെ D ഡ്രൈവും ഈ ഡ്രൈവൊക്കെ നമ്മൾ വേക്കൻ്റ് ആയിട്ടിടും. അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് അതിലേക്ക് എന്ത് വേണേലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡ്രൈവുകളെ, അല്ലെ, ഈ ഹാർഡ് ഡിസ്കിൻ്റെ മൊത്തം സ്റ്റോറേജിനെ ഇങ്ങനെ ഇപ്പോൾ ഒരു 200 GB കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 100 GB കപ്പാസിറ്റി C ഡ്രൈവിനും 50 GB D ഡ്രൈവിനും 50 GB ABCDE, അല്ലെ, ഈ ഡ്രൈവിനും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ തിരിക്കുമല്ലോ, ഏതൊക്കെ എവിടെയൊക്കെ കൊടുക്കണം എന്ന് തിരിക്കുന്നത്. ആ തിരിക്കുന്ന പ്രക്രിയ അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ കമ്പ്യൂട്ടറുണ്ട്, ഒരു വൈറസ് കയറി, അപ്പോൾ നമ്മളത് ഫോർമാറ്റ് ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് ഓരോ അലോട്ട് ചെയ്യുന്ന ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജിനെ നമ്മൾ ഓരോ പോർഷനായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുന്ന പ്രക്രിയയൊക്കെ തന്നെയാണ് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഇനി ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണ്? ഹാർഡ് ഡിസ്കിനെ ട്രാക്കുകളും സെക്ടറുകളുമായിട്ട് തിരിക്കുന്നു. മനസ്സിലായോ? അതാണ് ഫോർമാറ്റിംഗ് എന്ന പ്രക്രിയയിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് ഫോർമാറ്റിംഗ് എന്ന പ്രക്രിയയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഹാർഡ് ഡിസ്കിൻ്റെ മൊത്തം സ്റ്റോറേജിന് നമുക്ക് ഇഷ്ടമുള്ള മുറികളായിട്ട് തിരിക്കുന്നത് പോലെ ഇഷ്ടമുള്ള സ്റ്റോറേജ് കൊടുത്തുകൊണ്ട് തിരിക്കുന്നതാണ് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഫോർമാറ്റിങ്ങിൽ യഥാർത്ഥമായിട്ട് കമ്പ്യൂട്ടറിൽ നടക്കുന്ന പ്രക്രിയ എന്തെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ആ ഹാർഡ് ഡിസ്കിനെ ട്രാക്കുകളായും സെക്ടറുകളായും തിരിക്കുന്ന പ്രക്രിയയാണ് ഫോർമാറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ ശാസ്ത്രീയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? അത് ഫോർട്രാൻ ആണ്. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നുള്ള ലാംഗ്വേജ് ആണ് ഫോർട്രാൻ എന്ന് ചുരുക്കി അറിയപ്പെടുന്നത്, ഫോർമുല ട്രാൻസ്ലേഷൻ. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രീയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഏതെന്ന് ചോദിച്ചാൽ അത് ഫോർട്രാൻ ആണ്. ആദ്യത്തെ ശാസ്ത്രീയ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഭാഷ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഫോർട്രാൻ ആണ്. ഫോർമുല ട്രാൻസ്ലേഷൻ. ഉപയോക്താവ് മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലെ പരിശോധനയാണ് ക്യാപ്ച. ഈ ക്യാപ്ച നിങ്ങൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. ചിലർക്ക് നമുക്ക് ക്യാപ്ച കാണുന്നത് തന്നെ ദേഷ്യമാണ്. എന്താണ്? ഇപ്പോൾ ഉദാഹരണത്തിന് PSCയുടെ സൈറ്റിലേക്ക് കയറണം, അപ്പം നമ്മൾ എന്ത് ചെയ്യും? യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം, അല്ലെ, താഴെ ഒന്നെങ്കിൽ ആൽഫബറ്റ് മാത്രമായിരിക്കും, ചിലപ്പോൾ മിക്കവാറും ആൽഫബറ്റും അക്കങ്ങളും ചേർത്തിട്ടുള്ളൊരു ഇങ്ങനെ ചരിച്ചും വളച്ചും ഒക്കെ ഇടുന്ന ഒരു സാധനം കാണാം. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ട് അതേപോലെ തന്നെ അതിൻ്റെ താഴെ കാണുന്ന ബോക്സിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറാൻ പറ്റുന്നത്. അപ്പോൾ ക്യാപ്ച എന്ന് പറയുന്നതാണ്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തൊരു ചെറിയ ബോക്സിൽ കാണുമല്ലോ, ഇപ്പോൾ ക്യാപിറ്റൽ M, സ്മോൾ E, 7Q എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. അതാണ് ക്യാപ്ച വേർഡ്. അത് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം
ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് ഒരു റോബോട്ടല്ല, ഒരു മനുഷ്യൻ തന്നെയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഷീൻ അല്ല, ഒരു മനുഷ്യൻ തന്നെയാണ് ഈ സമയത്ത് ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്യാപ്ച വാക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ക്യാപ്ച കാണുമ്പോൾ ഓർക്കുമല്ലോ, കാരണം ഇത് പറയാൻ കാരണം പല സംവിധാനങ്ങളിലും ഓട്ടോമാറ്റിക്കലായിട്ട് ചില മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ PSCയുടെ സൈറ്റ് തന്നെ എടുക്കാം. PSCയുടെ സൈറ്റ്, ആ സൈറ്റിലേക്ക് കയറാൻ, പ്രൊഫൈലിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാപ്ച വാക്ക് കൊടുത്തിട്ടുള്ളത്. അതൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്, ഒരു സെക്യൂരിറ്റി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്യാപ്ച വർക്ക് ചെയ്യുന്നത്. ഉപയോക്താവ് മനുഷ്യൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങളിലെ പരിശോധനയാണ് ക്യാപ്ച. കമ്പ്യൂട്ടർ ഭാഷയായ ജാവ വികസിപ്പിച്ചെടുത്ത കമ്പനി സൺ മൈക്രോസിസ്റ്റം ആണ്. സൺ മൈക്രോസിസ്റ്റം ആണ് ജാവ ഡെവലപ്പ് ചെയ്തെടുത്തത്. കമ്പ്യൂട്ടറിൻ്റെ ക്ലോക്ക് സ്പീഡ് രേഖപ്പെടുത്തുന്നത് വിവര കൈമാറ്റ നിരക്കാണ്. കമ്പ്യൂട്ടറിന്റെ ക്ലോക്ക് സ്പീഡ് രേഖപ്പെടുത്തുന്നത് എന്താണ്? വിവര കൈമാറ്റ നിരക്കാണ്. കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഉപാധിയാണ് പാസ്വേഡ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഉപാധി ഏതാണ്? പാസ്വേഡ് ആണ്, അല്ലെ? പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട് പലരും. എന്തിനാണ് നമ്മൾ ചെയ്യുന്ന എക്സലിൽ പോലും നമുക്കല്ലേ, എക്സൽ ഷീറ്റ് ഉണ്ടാവുമല്ലോ, നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്ന എക്സലിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ എക്സലിൽ പോലും നമ്മൾ പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? അങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഇപ്പോൾ മിക്കവാറും കമ്പ്യൂട്ടറുകളിൽ പാസ്വേഡ് ഇട്ട് വെക്കാറുണ്ട്. ആ പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമേ ആ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയ നിയന്ത്രിക്കാൻ പറ്റും പാസ്വേഡ് കൊടുത്തുകൊണ്ട്. ഡിലീറ്റ് ചെയ്ത ഫയലുകളെ താൽക്കാലികമായി സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറിലെ സ്ഥലമാണ് റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അല്ലേ? റീസൈക്കിൾ ബിൻ, ഡിലീറ്റ് ചെയ്ത ഫയലുകൾ റീസൈക്കിൾ ബിന്നിൽ ഉണ്ടാവും. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിതമായത് 1985 ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ സ്ഥാപിതമായ വർഷം 1985. അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിവേഗവും മികച്ച പ്രോസസ്സിംഗ് ശേഷിയുമുള്ള കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. സൂപ്പർ കമ്പ്യൂട്ടറുകൾ. അപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, അതിസങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ വേഗത കൂടുതലാണ് സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക്. ഒരുമ എന്ന സോഫ്റ്റ്വെയർ, അല്ലെ? ഇത് കേട്ടിട്ടുണ്ടാവും, ഒരുമ. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പൊരെണ്ണം പഠിച്ചല്ലോ, സഞ്ജയ എന്ന് പറഞ്ഞിട്ടൊരെണ്ണം പഠിച്ചില്ലേ, സഞ്ജയ. അതുപോലെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഒരുമ എന്ന് പറയുന്നത്. ഒരു സ്പെസിഫിക് കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ് ആ കാര്യം? ഒരുമ എന്ന പേരുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം ഏതാണ്? KSEB. മനസ്സിലായോ? അപ്പോൾ KSEB, അല്ലെ? KSEB അവരുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരുമയാണ്, അല്ലെ? ഒരുമ എന്ന പേരിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് KSEB ഉപയോഗിക്കുന്നത്. ഒരു ചിത്രത്തെ മുറിക്കാനും വലിപ്പം വ്യത്യാസപ്പെടുത്താനും നിറം മാറ്റാനും ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഏതാണ്? അത് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടുന്ന പേര്, അല്ലെ? ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ ഫോട്ടോഷോപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചിത്രം എന്ത് ചെയ്യും? അത് കട്ട് ചെയ്യാൻ പറ്റും, വലിപ്പം വ്യത്യാസപ്പെടുത്താൻ പറ്റും, അതിൽ നിറം മാറ്റാൻ പറ്റും, അല്ലെ? അതിൽ ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കാനും സഹായിക്കുന്നുണ്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അല്ലെ? ഫോട്ടോഷോപ്പ്. അപ്പോൾ ഫോട്ടോഷോപ്പ് നമുക്ക് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളാണ്, അല്ലെ? ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്, അല്ലേ? ഇത് നല്ലൊരു ടേമാണ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫ്രീ സോഫ്റ്റ്വെയർ അഥവാ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ, അത് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നമുക്കറിയാമല്ലോ, മിക്കവാറും സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കമ്പനിയാണ്, അല്ലേ? മൈക്രോസോഫ്റ്റ് കമ്പനി, അതേപോലെ തന്നെ ആപ്പിൾ കമ്പനി, അല്ലെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, സോഫ്റ്റ്വെയറുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനികളാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ മിക്കവാറും സോഫ്റ്റ്വെയറുകളും നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? മൈക്രോസോഫ്റ്റ് MS വേഡ്, അല്ലെ? മൈക്രോസോഫ്റ്റ് വേഡ്, അതേപോലെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് MS എക്സൽ, ഒത്തിരി സോഫ്റ്റ്വെയറുകൾ അങ്ങനെയുണ്ട്, അല്ലേ? ഇനിയിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഫോട്ടോഷോപ്പ് മറ്റൊരു തരം സോഫ്റ്റ്വെയർ ആണ്, അല്ലെ? ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. ഒറാക്കിൾ, അല്ലേ? അതൊക്കെ പല സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഇതൊക്കെ അറിയാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊക്കെ ആരാണോ ഈ സോഫ്റ്റ്വെയർ നിർമ്മിച്ചിരിക്കുന്നത് അവരിൽ നിന്നും കാശ് കൊടുത്ത്, അവർ പറയുന്ന വില കൊടുത്ത് മേടിക്കണം എന്നതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത.
എന്നുള്ളത്. കാരണം അവർക്ക് പേറ്റന്റ് കിട്ടിയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറിന്റെ മേളിൽ. അതല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ടല്ലാതെ ഏതെങ്കിലും കൃത്രിമമായ രീതിയിൽ സംഘടിപ്പിച്ച് ഉപയോഗിക്കുന്നത് നിയമപരമായിട്ട് തെറ്റാണത്. ഇപ്പം നമ്മളൊരു കമ്പ്യൂട്ടർ മേടിച്ചാൽ പോലെ അതിനകത്തൊരു വിൻഡോസിന്റെ സോഫ്റ്റ്വെയർ ആണ് ഇടുന്നതെങ്കിൽ അത് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളതാണ്, കാശ് കൊടുത്ത്. പക്ഷേ പലപ്പോഴും ഈ സോഫ്റ്റ്വെയറുകൾ വില കൂടിയതായതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ചിലർ കോപ്പി അതായത് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ, ഒരു സോഫ്റ്റ്വെയർ അവർ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ കളഞ്ഞിട്ട് അത് ആർക്കും കോപ്പി ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് ആക്കി മാറ്റും ചിലർ. അതായത് അതൊരു ക്രൈമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരാൾ ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ബിൽ ഗേറ്റ്സിൻ്റെ കമ്പനി ഒരു പ്രോഡക്റ്റ് പുറത്തിറക്കുമ്പോൾ അത് ഈ പ്രോഗ്രാമിംഗ് അറിയാവുന്ന ചില ആൾക്കാർ അത് ചിലപ്പോൾ അത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുകയും ആ കോപ്പി ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. അത് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോഴാണ് കുറേ ആൾക്കാർ ചിന്തിച്ചത് ജനങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഈ തെറ്റായിട്ടുള്ളൊരു പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലും നല്ലത് കുറച്ച് സോഫ്റ്റ്വെയർ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ നിർമ്മിക്കുകയും അത് എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നുള്ള കോഡ് കൂടെ അതിനോടുകൂടെ ചേർത്തിട്ട് അത് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ മോഷ്ടിക്കത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കൂടെ അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു മോഷണം എന്നുള്ളൊരു സംഭവം അതിൽ വരുന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കപ്പെടുന്ന ചില സോഫ്റ്റ്വെയറുകളാണ്. അതായത് നമ്മുടെ വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാനുണ്ടോ അതിന് ബദലായിട്ട് ഫ്രീ ആയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് MS വേഡിന് പകരമായിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയർ നമുക്ക് നെറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും അതിൽ നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം അതിൽ മാറ്റം വരുത്താനും അത് കോപ്പി ചെയ്ത് മറ്റാർക്കെങ്കിലും കൊടുക്കാനും ഒക്കെ കഴിയും. കാരണം അത് തെറ്റല്ല. കാരണം അത് ആ ഒരു ഉദ്ദേശത്തിന് തന്നെ ഇട്ടിരിക്കുന്നത്. നിങ്ങളിത് ഡൗൺലോഡ് ചെയ്തെടുത്തോ, നിങ്ങളിതിൽ ആ പ്രോഗ്രാമിംഗ് അറിയാമെങ്കിൽ മാറ്റം വരുത്തിക്കോ, നിങ്ങളിത് ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും കൊടുത്തോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഇൻ്റർനെറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ മറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഏതെങ്കിലും കമ്പനിയുടെ എന്ന് പറയുമ്പോൾ അത് ശരിക്കും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ അത് കുറ്റകരമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കുക, ഉപഭോക്താക്കൾക്ക് ഇവിടെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഉപഭോക്താക്കൾക്ക് എന്ന് പറഞ്ഞാൽ യൂസർ, നമ്മളാണ് യൂസർ അല്ലേ. ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനും മാറ്റം വരുത്താനും വിതരണം ചെയ്യാനും കഴിയുന്ന സോഫ്റ്റ്വെയറുകളാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലേ. സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറൊക്കെ ഇൻ്റർനെറ്റിൽ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ അതിൽ നിന്ന് നമുക്ക് എടുക്കാം, അതിൽ മാറ്റം വരുത്താം, ആർക്കെങ്കിലും കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മറ്റേ ഈ മൈക്രോസോഫ്റ്റ് അതേപോലെ സൺ ഇപ്പം നമ്മൾ പഠിച്ചല്ലോ, സണ്ണിൻ്റെ ഇത്, അതേപോലെ ഒറാക്കിൾ കമ്പനിയുടേത്, ഇങ്ങനെ പല കമ്പനികളുടേതുണ്ട്. അപ്പോൾ അവർ പുറത്തിറക്കുമ്പോൾ അവരുടെ നിന്ന് കാശ് കൊടുത്ത് തന്നെ മേടിക്കണം. അപ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറും മറ്റേ പേറ്റൻ്റുള്ള സോഫ്റ്റ്വെയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച നിർദ്ദേശം. കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാമാണ് സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത് അല്ലേ. സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നു സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകൾ എന്താണ് സോഫ്റ്റ്വെയറുകൾ എന്ന് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച നിർദ്ദേശം കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാമുകളാണ് സോഫ്റ്റ്വെയറുകൾ എന്നറിയപ്പെടുന്നത്. എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് എന്നാണ് സോഫ്റ്റ്വെയറിൻ്റെ ഡെഫിനിഷൻ തുടങ്ങുന്നത് തന്നെ. സോഫ്റ്റ്വെയർ ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാം പറഞ്ഞാണ് തുടങ്ങുന്നത് തന്നെ. ഒരു കൂട്ടം പ്രോഗ്രാമുകളുടെ കളക്ഷനാണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടാറുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ബിറ്റ് എന്നത് എന്തിൻ്റെ ചുരുക്കരൂപമാണ്? ബൈനറി ഡിജിറ്റിൻ്റെ ചുരുക്കരൂപമാണ് ബിറ്റ് എന്നറിയപ്പെടുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സുകളിൽ. OCR ഒരു അബ്രീവിയേഷനാണ് അല്ലെ. OCR എന്നതിൻ്റെ പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ്. എന്താണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ് OCR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ. ഒരു കമ്പൈലർ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ ഏതിലേക്കാണ് പരിഭാഷപ്പെടുത്തുന്നത്? അത് മെഷീൻ ലാംഗ്വേജിലേക്ക് അല്ലേ. ഒരു കമ്പൈലർ ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൾറെഡി കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. മെഷീൻ മീൻസ് കമ്പ്യൂട്ടർ മെഷീൻ അല്ലേ. മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷ ഏതാണ്? അത് ബൈനറി ഡിജിറ്റിൻ്റെ ഭാഷയാണ് അല്ലേ. ഏതാണ്? ബൈനറി ഭാഷയാണ്. ആ ബൈനറി ഭാഷയിൽ 0ഉം 1ഉം മാത്രമേ ഉള്ളൂ
അല്ലെ? ഞാനെന്നാ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മൾ മലയാള ഭാഷ 51 അക്ഷരം ഉപയോഗിച്ച് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്നു, 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നു. അതേപോലെ തന്നെ 0, 1 എന്നുള്ള 2 ഡിജിറ്റ് ആ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് 0, 1 ഈ 2 ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് ആകെ കൂടെ ഈ ഒരു ബൈനറി ലാംഗ്വേജ് അറിയത്തുള്ളൂ. പക്ഷേ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ആൽഫബറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ കൊടുക്കുന്ന ആൽഫബറ്റുകളെ കൺവെർട്ട് ചെയ്തിട്ട് അതിന് തുല്യമായിട്ടുള്ള ബൈനറിയിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ റിസൾട്ടാക്കി തരുമ്പോൾ ആ റിസൾട്ടും ബൈനറി ഡിജിറ്റിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ബൈനറി ഭാഷയിൽ തന്നെയായിരിക്കും. ആ ബൈനറി ഭാഷയെ തിരിച്ച് നമുക്ക് മനസ്സിലാകുന്ന ഹ്യൂമൻ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവെർട്ട് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്നതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി 2 തരം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് കമ്പൈലർ എന്ന് പറയുന്നതും ഒന്ന് ഇൻ്റർപ്രട്ടർ എന്ന് പറയുന്നതും. അതായത് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ എഴുതിയെന്ന് വിചാരിക്കുക. ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയതിന് ശേഷം അത് നമ്മൾ എഴുതുന്നത് ഹ്യൂമൻ ലാംഗ്വേജിലായിരിക്കും. അപ്പം നമുക്കറിയാവുന്ന ഭാഷ അതാണല്ലോ. നമ്മുടെ ഭാഷയിൽ നമ്മൾ ആൽഫബറ്റ് യൂസ് ചെയ്ത് നമ്മളൊരു പ്രോഗ്രാം രചിക്കും. അതിനുശേഷം നമ്മൾ കമ്പൈലർ ഉപയോഗിക്കണോ ഇൻ്റർപ്രറ്റർ ഉപയോഗിക്കണോ എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കമ്പൈലറാണ് ഉപയോഗിക്കേണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്രോഗ്രാം എഴുതിയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ബൈനറി ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർപ്രറ്റർ ആകുമ്പോൾ അങ്ങനെയല്ല. നമ്മളൊരു ലൈൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് ആ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ബൈനറിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയതിന് ശേഷം ഫുള്ളായിട്ടാണ് ബൈനറി ഭാഷയിലേക്ക് മാറ്റി കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പൈലറും. അതല്ല, നമ്മൾ ഓരോ ലൈൻ എഴുതുമ്പോൾ ആ ലൈൻ ബൈ ലൈൻ ആയിട്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അതിന് നമ്മൾ ഇൻ്റർപ്രറ്ററുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇപ്പുറത്തുനിന്ന് ഒരു ദേശീയ നേതാവ്, ഹിന്ദി അറിയാവുന്ന ഒരു നേതാവ് വന്ന് നമ്മൾ ഒരു രാഷ്ട്രീയ മീറ്റിങ്ങിൽ പ്രസംഗിക്കുമ്പോൾ 2 തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഫുള്ളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സെൻറ്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അങ്ങനെ ഓരോ സെൻറ്റൻസും പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ തന്നെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതേ സംഭവം തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഒരു പ്രോഗ്രാം എഴുതിയതിന് ശേഷം ആ പ്രോഗ്രാം ഫുള്ളായിട്ട് നമ്മൾ ബൈനറി ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈലറും ഉപയോഗിക്കും. അതുപോലെ തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർപ്രറ്ററുമാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അടുത്തൊരെണ്ണം, കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സോഫ്റ്റ്വെയറുകളെന്ന്. സോഫ്റ്റ്വെയറുകളെന്ന് എന്താണ്? കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സോഫ്റ്റ്വെയറുകൾ എന്നാണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയുടെ പേര് മെഷീൻ ലാംഗ്വേജ് എന്നാണ്. മെഷീൻ ലാംഗ്വേജ്, അതാണ് ബൈനറി ലാംഗ്വേജ് അല്ലേ, 0, 1 ബൈനറി ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഷയാണ് മെഷീൻ ലാംഗ്വേജ് തന്നെയാണ് ബൈനറി ലാംഗ്വേജ്. കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ്, സോൾ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയറുകളാണ്. കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് അഥവാ സോൾ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ നമുക്കറിയാം, കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന CPU ആണെന്നറിയാം. കമ്പ്യൂട്ടറിൻ്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് സോഫ്റ്റ്വെയറുകളാണ്, അതിലുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. GUI എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നാണ്. ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എന്നുള്ളതാണ് GUI. സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നയാൾ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്നാണ്. പ്രോഗ്രാമർ അല്ലേ? പ്രോഗ്രാമിങ്ങിന് ഇപ്പോൾ വളരെയധികം സ്കോപ്പുള്ളൊരു ടൈമാണ് അല്ലേ? എന്തോരം സോഫ്റ്റ്വെയറുകളാണ് ആൾക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പുതിയ ഓരോ സോഫ്റ്റ്വെയറുകളും നമുക്ക് തന്നെ അറിയാമല്ലോ. നിങ്ങളിപ്പോൾ ഇമേജ് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ? ഇൻഷോട്ട് ഒക്കെ ഉപയോഗിക്കുന്നില്ലേ? അതേപോലെ വേറെയും ഒത്തിരി സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്കൊരു ആവശ്യമുണ്ട്. ഇപ്പം നമുക്കൊരു എന്താ പറയുക, ഒരു സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് വേണം, ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വേണം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ മൊബൈലിൽ QR കോഡ് സ്കാനർ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ എന്തോരം ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒത്തിരി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ് അല്ലേ? സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്നയാൾ അറിയപ്പെടുന്നത് പ്രോഗ്രാമർ എന്നാണ്.
പ്രോഗ്രാമർ. സ്കാൻ ചെയ്ത ഇമേജിലെ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്ത പോലുള്ള ടെക്സ്റ്റാക്കി മാറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് OCR എന്ന് പറയുന്നത്. അല്ലേ? എന്താണ്? സ്കാൻ ചെയ്ത ഇമേജിലെ അക്ഷരങ്ങൾ തിരിച്ചറിഞ്ഞ് സാധാരണ കീബോർഡിൽ ടൈപ്പ് ചെയ്ത പോലുള്ള ടെക്സ്റ്റാക്കി മാറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് OCR എന്ന് പറയുന്നത്. ഈ OCR സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു പഴയ പുസ്തകങ്ങളൊക്കെ കാണുമല്ലോ, അതായത് ഒറ്റ കോപ്പിയേ ഉണ്ടാകത്തുള്ളൂ പുസ്തകങ്ങൾ ചിലപ്പോൾ, അത് ഒരു റെയർ കോപ്പി ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അത് സ്കാൻ ചെയ്തിട്ട് ആ ഒരു പുസ്തകം മീൻസ് ഏതെങ്കിലും ഒരു നോവലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ക്ലാസിക്കോ എന്തെങ്കിലും നോവലോ കഥകളോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കുക, അത് ഏറ്റവും പഴയതാണ്, അത് നമ്മൾ വീണ്ടും യൂസ് ചെയ്താൽ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയും കൂടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് നേരെ സ്കാൻ ചെയ്യും, അല്ലേ? ആ പുസ്തകം സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം അതിൽ എഴുതിയിട്ടുള്ള അക്ഷരങ്ങളില്ലേ, സ്കാൻ ചെയ്യുമ്പോൾ അത് അക്ഷരങ്ങളായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാക്കി മാറ്റാൻ സഹായിക്കുന്ന സംവിധാനമാണ് OCR എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സാധാരണ ഇത് യൂസ് ചെയ്യാറുണ്ട്, OCR. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു പഴയ ഒരു പുസ്തകമുണ്ട്, അത് നമുക്ക് മറിച്ച് ഇപ്പോൾ ഇനിയും യൂസ് ചെയ്താൽ ചീത്തയായി പോകും, ആ കൂടെ അത് ഒരൊറ്റ കോപ്പി ഉള്ളെങ്കിൽ എന്ത് ചെയ്താൽ മതി? OCR യൂസ് ചെയ്തുകൊണ്ട് അത് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യണം? ആ സ്കാൻ ചെയ്തെടുത്തിട്ട് OCR യൂസ് ചെയ്യുമ്പോൾ തന്നെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഒത്തിരി കോപ്പി നമുക്ക് പ്രിൻ്റ് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒരു പുസ്തകം നോക്കി കുറേ നേരം ടൈപ്പ് ചെയ്തെടുക്കുന്ന ആ ഒരു മെനക്കേട് അവിടെ ഒഴിവായി കിട്ടുകയാണ് OCR ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നത്. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ബോസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അല്ലെ, ഫ്രീ സോഫ്റ്റ്വെയർ എന്നത് ഈ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ വിഭാഗത്തിലാണ് വരുന്നത്, അല്ലേ? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഞാൻ ഫ്രീ സോഫ്റ്റ്വെയർ പറഞ്ഞതാണ്. അതായത് ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന സോഴ്സ് കോഡുണ്ട്, അതായത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കോഡിംഗ് ഉണ്ടല്ലോ, ആ കോഡിംഗ് കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാമിംഗ് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ആ സോഫ്റ്റ്വെയറിനെ മറ്റൊരു രീതിയിലേക്ക് ആക്കി മാറ്റാനും പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ ആണ് ബോസ് എന്നറിയപ്പെടുന്നത്. അടുത്തത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എൻഡ് യൂസർ സോഫ്റ്റ്വെയർ എന്നും അറിയപ്പെടുന്നുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നു? എൻഡ് യൂസർ സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നതും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇങ്ക്. അപ്പോൾ എന്താണ് ആമസോൺ കിൻഡിൽ പോലുള്ള ഇ ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഇങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലേ? ഒരു പ്രത്യേക ഉദ്ദേശം, ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് അക്കൗണ്ടിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന നമ്മുടെ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം? ടാലി ഉപയോഗിക്കാം, അല്ലേ? ടാലി, അതേപോലെ Peachtree ഉപയോഗിക്കാം. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ ഒരു ഫോട്ടോ കിട്ടി, അതൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ പ്രത്യേക ഉദ്ദേശം എന്താ? ഫോട്ടോ എഡിറ്റിംഗ്, ഇമേജ് എഡിറ്റിംഗ് എന്നുള്ളതാണ്. നമുക്ക് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം. ഇനി നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അപ്പം നമുക്കതൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കിപ്പോൾ അഡോബ് പ്രീമിയറോ എന്തെങ്കിലും നമുക്ക് എടുത്തിട്ട് നമ്മളതിൽ യൂസ് ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറുകളെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ കുറച്ച് കണക്ക് കൂട്ടൽ, ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ഒരു ക്ലാസ്സിൽ 50 കുട്ടികൾ അവരുടെ മാർക്ക് നമുക്ക് ടൈപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏതെടുക്കും? നമുക്ക് എക്സൽ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലത്, അല്ലേ? അപ്പോൾ എക്സൽ എടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ, ഒരു വലിയൊരു ഒരു സംഘടനയുണ്ട്, അതിൽ കുറേ പേരുടെ വരവ് ചെലവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് എക്സൽ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്ന കാൽക്കുലേഷനാണ്, അത് നമുക്ക് എക്സൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറിനെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനുള്ള സംഘടനയാണ് ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്പൺ സോഴ്സ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രചരിപ്പിക്കുന്നതിനുള്ള സംഘടനയാണ്. ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പ്രത്യേക ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയറുകളാണ് ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. പ്രോഗ്രാമിംഗ് യുക്തിയുടെ ആസൂത്രണത്തിലെ അപാകങ്ങൾ കാരണം ഉണ്ടാകുന്ന എറർ ലോജിക്കൽ എറർ എന്നാണ് പറയുന്നത്. പ്രോഗ്രാമിംഗ് യുക്തിയുടെ ആസൂത്രണത്തിലെ അപാകങ്ങൾ കാരണം ഉണ്ടാകുന്ന എറർ ലോജിക്കൽ എറർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ചില കാര്യങ്ങളൊക്കെ വളരെ ടഫായിട്ട് തോന്നും, കാരണം അത് പ്രോഗ്രാമിംഗ് ഒക്കെ ഇപ്പോൾ ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ടാണ്. അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ലോജിക്കൽ എറർ എന്താണെന്ന് പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടുള്ളവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകും. പ്രോഗ്രാമിംഗ് യുക്തിയുടെ ലോജിക്കിൻ്റെ ആസൂത്രണത്തിലെ അപാകങ്ങൾ കാരണം ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന എററാണ് ലോജിക്കൽ എറർ. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതാണ് ബോസ് എന്ന് പറയുന്നത്. ബോസിന്റെ പൂർണ്ണരൂപം ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ് ബോസ്, അല്ലെ. അപ്പോൾ ബോസിന്റെ പൂർണ്ണരൂപം എന്താണ്? ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ. ലിനക്സ് ഉപയോഗിച്ച് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ബോസ്. NOS എന്നതിന്റെ പൂർണ്ണരൂപം നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. NOSന്റെ പൂർണ്ണരൂപം എന്താണ്? നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടർ പ്രവർത്തനക്ഷമമാകുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെ. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആദ്യം പ്രവർത്തനമാകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തന സജ്ജമായതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുകയും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളുടെ പേര് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്, അല്ലെ. അപ്പോൾ എന്താണ്? കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുകയും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളുടെ പേരെന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ബ്ലോഗിലെ ഓരോ അധ്യായങ്ങളും അറിയപ്പെടുന്നത് പോസ്റ്റ് എന്നാണ്. നമ്മൾ ഫേസ്ബുക്കിലും പോസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ബ്ലോഗിലെ അത് നമ്മൾ പറഞ്ഞു. കോഡിയാക്ക്, ചീറ്റ, പ്യൂമ, അല്ലെ. എന്തൊക്കെയാണ്? കോഡിയാക്ക്, ചീറ്റ, പ്യൂമ, ജാഗ്വാർ എന്നിവ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വ്യത്യസ്ത പതിപ്പുകളാണെന്നാണ്. അത് മാക്കിൻടോഷ് ആണ്. മാക്കിൻടോഷ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വ്യത്യസ്ത പതിപ്പുകളാണ് കോഡിയാക്ക്, ചീറ്റ, പ്യൂമ, ജാഗ്വാർ എന്ന് പറയുന്നത്, അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വിൻഡോസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസിൽ വരുന്നത്, അല്ലേ. ഇപ്പോൾ വിൻഡോസ് XP ഉണ്ടായിരുന്നു, അല്ലേ. വിൻഡോസ് 7 ഉണ്ടായിരുന്നു, വിൻഡോസ് 10 ഉണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നും. അപ്പോൾ ഈ പറഞ്ഞല്ലോ വിൻഡോസ് XP ആദ്യം ഉണ്ടായിരുന്നത് ഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു മൈക്രോസോഫ്റ്റിന്, അല്ലേ. പിന്നെ വിൻഡോസ് XP, വിൻഡോസ് ME, വിൻഡോസ് വിസ്റ്റ, അതേപോലെ വിൻഡോസ് 7, വിൻഡോസ് 10, വിൻഡോസ് 8 ഉണ്ടോ എന്ന് തോന്നുന്നു, വിൻഡോസ് 8, വിൻഡോസ് 10. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓരോരോ പതിപ്പുകളാണ്. ഇപ്പോൾ വിൻഡോസ് 10 യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ. അതിന് കുറേ നാൾ കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് പുതിയൊരു കാലഘട്ടം മാറുന്നതിനനുസരിച്ച്, ടെക്നോളജി മാറുന്നതിനനുസരിച്ചിട്ട് പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുമ്പോൾ പുതിയൊരു പേരിടും. ആക്ച്വലി ഇതെല്ലാം ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്, ഓരോ കാലഘട്ടത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് ഓരോരോ പതിപ്പായിട്ട് വരുന്നതാണ്. ഇപ്പം മാക്കിൻടോഷ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പല കാലഘട്ടത്തിൽ ഇറങ്ങിയ പതിപ്പുകളാണിത്. കോഡിയാക്ക്, അതേപോലെ ചീറ്റ, പ്യൂമ, അതേപോലെ ജാഗ്വാർ എന്നൊക്കെ പറഞ്ഞാൽ മാക്കിൻടോഷ് കാലാകാലങ്ങളിൽ ഇറക്കിയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഓരോ പതിപ്പുകൾ അറിയപ്പെടുന്ന പേരാണിത്. കോഡിയാക്ക്, ചീറ്റ, പ്യൂമ, അല്ലെ, ജാഗ്വാർ എന്നൊക്കെ പറയുന്നത്. അടുത്ത നോക്കുക. ഗൂഗിൾ ന്യൂസ് രൂപകൽപ്പന ചെയ്ത ഇന്ത്യക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? അത് കൃഷ്ണഭാരത് ആണ്. അപ്പോൾ കൃഷ്ണഭാരത് എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ഗൂഗിൾ ന്യൂസ് രൂപകൽപ്പന ചെയ്തത്. DOS എന്നതിൻ്റെ പൂർണ്ണരൂപം DOS എന്ന പൂർണ്ണരൂപം എന്താണ്? ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെ. DOS നമ്മൾ എഴുതുമ്പോൾ ഡോസ് എന്ന് വായിക്കും, അല്ലെ. ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഡോസ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ്. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജ്, ഇപ്പോൾ നമ്മൾ kerala.psc.gov.in എന്ന് അടിക്കുമ്പോൾ വരുന്ന ആദ്യ പേജിനെ ഹോം പേജ് എന്നാണ് പറയുന്നത്, അല്ലെ. ഹോം പേജ്. എന്നിട്ട് നമ്മൾ ഓരോ ലിങ്കിലൂടെ കയറിപ്പോയിട്ട് തിരിച്ചവിടെ എഴുതി കാണിക്കും ഹോം പേജ്. അപ്പോൾ ഹോം പേജിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ പേജ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അല്ലെ. ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? അത് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അല്ലെ, സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇന്ന് നമുക്ക് IT ഇത്രയും കൊണ്ട് നിർത്താം. IT ഈ പുസ്തകത്തിലെ PSC ബുള്ളറ്റിൻ്റെ ഈ സ്പെഷ്യൽ എഡീഷനിലെ പുസ്തകത്തിൽ ഇനി എനിക്കൊന്നൊരു 2-3 ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്കിത് തീരും. അത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു പോർഷനാണ്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പല സബ്ജക്റ്റും ഇനിയൊരു 3-4 ക്ലാസ്സുകളൊക്കെ കൊണ്ട് തീരുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുത്തുക, പ്ലേലിസ്റ്റ് പ്രയോജനപ്പെടുത്തുക, പുസ്തകം പ്രയോജനപ്പെടുത്തുക, ചാനൽ പ്രയോജനപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.